ഹലോ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാൻ പോകുന്ന വീഡിയോ ഓട്ടോകാഡിൽ എങ്ങനെ നമുക്ക് വീടിൻ്റെ പ്ലാൻ വരക്കാം എന്നതാണ്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കമ്പ്യൂട്ടർ മുഖേനയായതുകൊണ്ട് തന്നെ വരയും ഓട്ടോകാഡ് എന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിൻ്റെ വീടിൻ്റെ പ്ലാനും എല്ലാം തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു വ്യക്തിക്കും വളരെ എളുപ്പമായിട്ട് തന്നെ ഓട്ടോകാഡ് പഠിക്കുന്ന ഒരു ട്യൂട്ടോറിയലാണ് ഇന്നിവിടെ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓട്ടോകാഡ് എന്ന് വെച്ചാൽ ധാരാളം കാര്യങ്ങൾ ടൂളെല്ലാം പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ ഈ വീഡിയോ 2, 3, 4, 5 പാർട്ട് ഉണ്ടാകാം. കാരണം ഇതിൻ്റെ ലെങ്ത് കുറക്കാൻ വേണ്ടിയാണ് അത്ര പാർട്ടാക്കുന്നത്. കാരണം ധാരാളം ടൂളുകളെല്ലാം തന്നെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാരണം കൊണ്ട് തന്നെ 4, 5, 6 പാർട്ടുകൾ ഉണ്ടാകുന്നത്. ആദ്യം തന്നെ ഞാൻ ഓട്ടോകാഡ് ഓപ്പൺ ചെയ്യുകയാണ്. ഓൾറെഡി ഓട്ടോകാഡ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നേരത്തെ ഓട്ടോകാഡ് ഓപ്പൺ ആക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കാൻ, നിങ്ങളുടെ കമ്പ്യൂട്ടർ ഓട്ടോകാഡ് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം റാമുള്ള കമ്പ്യൂട്ടർ തന്നെ ആവണം, അല്ലെങ്കിൽ വളരെ സ്ലോ ആയിട്ടായിരിക്കും ഇത് റൺ ചെയ്യൽ. ഇങ്ങനെ വിൻഡോ ഓപ്പൺ ആകുമ്പോൾ ഞാനത് ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം എങ്ങനെയാണ് ഒരു വീട് വരക്കുന്നത്, ഓട്ടോകാഡിൻ്റെ ടൂൾസ് എന്നെല്ലാം തന്നെയാണ് ഇന്നത്തെ ഇതിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അതിനുശേഷം ഓരോ ട്യൂട്ടോറിയൽ എൻ്റെ ലെയർ എങ്ങനെയൊക്കെ സ്റ്റെപ്പ്, ജനൽ, ഡോർസ് എന്നെ കൊണ്ടുവരുന്നെല്ലാം തന്നെ മറ്റൊരു വീഡിയോയിലേക്ക് കാണിച്ചു തരും. ആദ്യം തന്നെ ഓട്ടോകാഡിൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കാണിച്ചിരുന്നത്. ആദ്യം തന്നെ നമ്മളൊരു ഇതിങ്ങനെ ഓപ്പൺ ആയി വരുമ്പോൾ തന്നെ ഇതിൻ്റെ പേജാണ്. ഈ പേജിന് ഇത്രത്തോളം ഹൈറ്റ് ഉണ്ട്, ഇത്ര വെടുത്തുണ്ട് എന്നൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മളെ പ്ലാൻ എന്ന് വെച്ചാൽ അത് പൊതുവെ ഇന്ത്യയിലെല്ലായിടത്തും സെൻറ്റിമീറ്റേഴ്സിലാണ് പ്ലാൻ പൊതുവെ വരക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളിവിടെ വരക്കുന്നത് ഏകദേശം ഞാനിപ്പോൾ ഉദാഹരണമായിട്ട് ഒരു ഇതെടുത്തിട്ട് വരക്കുകയാണ്. ഈ വര എത്രയാണെന്നുള്ളത് നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഞാൻ ഇതിൽ സെറ്റ് ചെയ്ത് എത്രയാണ് എനിക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ വരക്കുന്ന ഇതിൻ്റെ സെൻറ്റിമീറ്റേഴ്സ് ആണോ അത് ഇഞ്ചസ് ആണോ എന്നുള്ളത് നമ്മളിവിടെ സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്യാൻ മുന്നേ തന്നെ വേറെ കാര്യം പറയാനുള്ളത്, നമ്മൾ ഓട്ടോകാഡ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഏറ്റവും ഫാസ്റ്റായി ചെയ്യുന്നവർക്ക് മാത്രമേ ഈ സെക്ഷനിൽ ജോബിന് സാധ്യതയുള്ളൂ. എന്നുവെച്ചാൽ ഇവിടെ മുകളിൽ ഇവിടെ തന്നെ ഈ ഫയലിൽ പോയിട്ടും എഡിറ്റിൽ പോയിട്ടും വ്യൂവിൽ പോയിട്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു ചെയ്യാൻ പറ്റും. പക്ഷേ ആ കാര്യങ്ങൾ തന്നെ നമ്മൾ കീബോർഡിൽ എത്രയും പെട്ടെന്ന് അടിച്ച് ഉണ്ടാക്കണം. ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ചെയ്യുകയാണ് ഏറ്റവും മസ്റ്റായ കാര്യം. അതിന് മുമ്പ് ഞാൻ പറഞ്ഞു, ഇതിന് പേജ് സെറ്റ് ചെയ്യണം, സെൻറ്റിമീറ്റർ ആണോ മീറ്റേഴ്സ് ആണോ ഉള്ളതെന്ന് സെറ്റ് ചെയ്യണം. അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ ഓട്ടോകാഡ് ഓപ്പൺ ആയാൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് സെൻറ്റിമീറ്റർ ഇഞ്ചസ് എന്ന് നോക്കണം, സെറ്റ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ യൂണിറ്റ് എന്നാണ് എൻ്റെ പേര്, യൂണിറ്റ് സെറ്റ് ചെയ്യാന്ന് പറയില്ല ഇതിൻ്റെ പേര്. അതിനുവേണ്ടി നിങ്ങൾ കീബോർഡിൽ UN ടൈപ്പ് ചെയ്യുക. അപ്പോൾ യൂണിറ്റിൻ്റെ ഷോർട്ട് ഫോമാണ് UN എന്നത്. അതിനുശേഷം ഞാൻ എൻ്റർ അടിക്കുന്നു. എൻ്ററോ അല്ലെങ്കിൽ സ്പേസോ അടിക്കാം. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം മില്ലിമീറ്റേഴ്സിലാണ് ഉള്ളത്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇത് വരക്കണതെല്ലാം ലൈനും മില്ലിമീറ്റേഴ്സിലാണ് ഉള്ളത്. അതിനുശേഷം നിങ്ങളിത് സെൻറ്റിമീറ്റേഴ്സ്, നിങ്ങളിപ്പോൾ വരക്കുന്നത് മീറ്ററിലാണെങ്കിൽ മീറ്റർ സെറ്റ്, ഇഞ്ചസ് ആണ് ഇഞ്ചസ്, ഫീറ്റ് ആണ് ഫീറ്റ്, അതിന് സെലക്ട് ചെയ്യണം. ആദ്യം തന്നെ ചെയ്യേണ്ട പ്രക്രിയ ഏതാണ്, ഇത് സെറ്റ് ചെയ്യുക. ഞാനിപ്പോൾ വരക്കുന്നത് സെൻറ്റിമീറ്ററിലാണ്, സെൻറ്റിമീറ്ററിന് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഓക്കെ കൊടുക്കുന്നു. ഇപ്പം നമ്മൾ വരക്കുന്ന എല്ലാ കാര്യങ്ങളും സെൻറ്റിമീറ്ററിൽ മാത്രമാണ് ഉണ്ടാകുന്നത്. ഇതിന് മുമ്പ് നമ്മൾ വരക്കുന്നത് എല്ലാം മില്ലിമീറ്ററിലാണ്. അതുകൊണ്ട് നമ്മൾ അളവെല്ലാം തെറ്റിപ്പോകും. അപ്പോൾ അത് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഏത് ഇതിലാണോ വരക്കുന്നത് അത് നിങ്ങൾ അത് സെറ്റ് ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ട പ്രക്രിയ. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് വ്യൂവിൽ പോയിട്ട് ഡിസ്പ്ലേയിൽ ഈ ഒറിജിൻ ഉണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടേക്ക് ഇരിക്കുന്നത് കാണാം. നമ്മൾ വരക്ക് സുഖത്തിന് വേണ്ടിയാണ് അത്. അതിനുശേഷം ഇതിൻ്റെ സൂം ഔട്ട് ചിലപ്പോൾ ചില ഓൾറെഡി ഇത് സെറ്റായി വരും, ചിലതിൽ സൂം ഔട്ട് വളരെ കുറവായിരിക്കും. സൂം ഔട്ടിന് നമ്മൾ ചെയ്യേണ്ടത് മൗസിൻ്റെത് സ്ക്രോൾ ചെയ്താൽ സൂം ഔട്ട് സൂം ഇൻ ആവുന്നതാണ്. മൗസിൻ്റെ സ്ക്രോളിങ് നെക്കി പിടിച്ചിട്ട് ഇതാക്കിയാൽ നമുക്കിത് മൂവ് ചെയ്യാനുള്ള മെത്തേഡും ഉണ്ടാകും. അതിനുവേണ്ടി ആദ്യം തന്നെ ഞാൻ ഇത് പേജ് വലുതാക്കുക. അതിനുവേണ്ടി പേജ് വലുതാക്കാൻ RE എന്ന് അടിക്കുന്നു. അതിനുശേഷം എൻ്റർ അടിക്കുന്നു. അപ്പോൾ എൻ്റെ പേജ് ഏറ്റവും ടോപ്പ് സൂം ഔട്ട് ആയിക്കൊണ്ടിരിക്കും. ഇനി എങ്ങനെയാണ് ഇതിൽ ഒരു പ്ലാൻ ഒരു വീടിൻ്റെ പ്ലാൻ വരക്കുക എന്നതാണ് ഞാൻ അടുത്ത് കാണിച്ചു തരാൻ പോകുന്നത്. അതിനുവേണ്ടി ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഇതെല്ലാം സെറ്റ് ചെയ്ത ശേഷം ചെയ്യേണ്ടത്,
എൽ എന്നാണ്. ഞാൻ പറഞ്ഞത് മൊത്തം സ്ക്രീൻ കീവേഡ് മുഖേന ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ മൊത്തം ഷോർട്ട് ഫോമേ ഞാൻ പറയുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എൽ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ലൈനിൻ്റെ ഷോർട്ട് ഫോമാണ് എൽ. എൽ അടിച്ച ശേഷം ഞാൻ അത് എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം ഒരു പോയിൻ്റ് പിക്ക് ചെയ്യുന്നു. ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും ഇത് ഓർത്തോ മോഡ് ഓണല്ല. എന്ന് വെച്ചാൽ ഇതിൻ്റെ ലൈന് വളഞ്ഞിട്ട് ഇങ്ങനെ എടുക്കണമെങ്കിൽ ഓക്കെ ഇപ്പോൾ വളഞ്ഞിട്ട് ഇങ്ങനെ വരുന്നുള്ളൂ. അപ്പോൾ ഓർത്തോ മോഡ് ലെവൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഓർത്തോ മോഡ് ഓൺ ആക്കുക. ഓർത്തോ മോഡ് നിങ്ങൾക്ക് ഇവിടെ പോയിട്ട് ഇത് ക്ലിക്ക് ചെയ്ത് ഓൺ ആക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് F8 എന്ന് കൊടുത്താലും അത് ഓണാവും. അപ്പോൾ ഓട്ടോമാറ്റിക് ഇത് നേരെയുള്ള ലൈനായി മാറും. അതിനുശേഷം ഞാൻ എനിക്ക് ഏകദേശം ഇപ്പോൾ ഞാൻ ഒരു 300x300 പോകേണ്ട ഏകദേശം 300 ടൈപ്പ് ചെയ്യുന്നു. എൻ്റർ അടിക്കുന്നതിന് ശേഷം അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് ഞാൻ സൂം ഔട്ട് ആക്കിയതുകൊണ്ട് തന്നെ ഇത് വളരെ ഫുൾ സൂം ഔട്ടിലാണുള്ളത്. സൂം ഇൻ ആക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഇത് 300 വരുന്നത്. ഇപ്പോൾ താഴോട്ട് ലൈൻ അടിച്ചതിന് ശേഷം എൻ്റർ കൊടുത്തതിന് ശേഷം എൻ്ററോ അല്ലെങ്കിൽ സ്പേസോ അടിക്കാം. ശേഷം 300 എത്രയാണ് ഇതിൻ്റെ ഹൈറ്റ് ഇതുള്ളത് ഞാൻ പിക്ക് ചെയ്തിട്ടില്ല. അതിനുശേഷം ഞാൻ ലൈൻ അടിക്കുന്നു. ശേഷം എൻ്റർ അടിക്കുന്നു. അതിന് ശേഷം ഞാൻ 300 തന്നെ കൊടുക്കുന്നു. ശേഷം ഞാൻ ഇവിടെ സെലക്ട് ലൈൻ അടിക്കുന്നു. ഞാൻ സ്പെസിഫൈ ചെയ്യുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം 300 കൊടുക്കുന്നു. ഇപ്പോൾ ഓക്കെ, ഇവിടേക്ക് ഞാൻ 300 കൊടുക്കുന്നു. ഇങ്ങോട്ട് ഞാൻ 300 കൊടുക്കുന്നു. ഇപ്പോൾ ഒരു റൂമിൻ്റെ ഒരു ജസ്റ്റ് ഒരു കളി വരച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ വരക്കാം എന്നുള്ളൊരു കാണിച്ചു തന്ന ലൈൻ്റെ ഒരു ഉപകാരം കാണിച്ചു തന്നത് മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ ഓരോരോ ടൂൾ ഉപയോഗിച്ചാണ് വീഡിയോ വരക്കുക. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞു ഏറ്റവും സ്പീഡിൽ വരക്കുന്ന ആൾക്ക് മാത്രമേ ഈ മേഖലയിൽ ജോബ് എന്ന് വെച്ചാൽ ഇത് മൊത്തം കീബോർഡ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും സ്പീഡിൽ വരക്കണം നമ്മൾ. ഇനി നമ്മൾ പ്ലാനിലേക്ക് പോവുകയാണ്. പ്ലാൻ പോകാൻ വേണ്ടി ആദ്യം തന്നെ ഞാൻ എഴുതിയുള്ളത് ഞാൻ എസ്കേപ്പ് അടിക്കുന്നു. അപ്പോൾ ഇത് അൺസെലക്ട് ആവും. എസ്കേപ്പ് അടിച്ചാൽ അതിന് മൊത്തം സെലക്ട് ചെയ്യുന്നു. അതിന് ഡിലീറ്റ് അടിക്കുന്നു. ഇത് പോയി. അതിന് ഞാൻ പ്ലാൻ വരക്കുന്നു. പ്ലാൻ വരയ്ക്കാൻ ആദ്യം വേണ്ടി നിങ്ങൾ അടിക്കേണ്ടത് XL എന്നാണ്. XL ലൈൻ എന്ന് പറയും. അതിന് XL ഷോട്ട് അടിച്ച ശേഷം നിങ്ങൾ എൻട്രോയിൽ സ്പേസ് അടിക്കുക. ഞാൻ എൻ്റർ അടിക്കുന്നു. അതിന് ശേഷം ഞാൻ ഒരു പോയിന്റ് പിക്ക് ചെയ്തതിന് ശേഷം ഞാൻ അടിയിലേക്ക് ഡ്രോ ചെയ്യുന്നു. അതിനുശേഷം ഒരു ലൈൻ വരുന്നു. അതിനുശേഷം ഞാൻ ഒരു XL ലൈൻ വെച്ചാൽ ഇൻറ്റു ലൈൻ XL ലൈൻ ആവശ്യമുണ്ട്. അതിനുശേഷം ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇതിന് മുമ്പ് ഉപയോഗിച്ച ടൂള് എന്താണോ അത് നമുക്ക് ഒന്നും കൂടി ആവർത്തിക്കാൻ ഡബിൾ എൻ്റർ അടിച്ചാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി തന്നെ നമുക്ക് വരും. അതിനുശേഷം ഞാൻ ഡബിൾ എൻ്റർ അടിക്കുന്നു. അപ്പോൾ XL ലൈൻ്റെ വരുന്നു. പക്ഷേ ഒന്നുകൂടി പിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഒരു പുറത്തേക്ക് വിളിക്കുന്നു. അപ്പോൾ XL ലൈനായി ഇവിടെ. ഈ XL ലൈൻ ഞാൻ എസ്കേപ്പ് അടിക്കുന്നു. നേരെ ഇതിലേക്ക് വന്നിരുന്നു. ഇത് ഇപ്പോൾ XL ലൈൻ. ഇങ്ങനെ XL ലൈനിന് ശേഷമാണ് നമ്മൾ ഒരു വീട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ XL ലൈൻ വരച്ച ശേഷം നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് റൂമിൻ്റെ വാളാണ് കൊടുക്കുന്നത്. അതിനുശേഷം അതിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് പൊതുവെ ഈ ലൈൻ ഉപയോഗിച്ച ശേഷം ഇങ്ങനെ വരച്ച് കൊടുക്കുകയല്ല ചെയ്യൽ. അതിന് ഉപയോഗിക്കുന്ന ഇതാണ് ഓഫ് സെറ്റ് എന്നത്. ഇങ്ങനെ ചെയ്ത ശേഷം ഞാൻ ഓഫ് സെറ്റ് ചെയ്യുകയാണ്. അതിന് ഓഫ് സെറ്റിന് എന്നടിച്ചതിന് ശേഷം ഞാൻ എൻ്റർ അടിക്കുന്നു. ഓഫ് സെറ്റ് എന്ന് വെച്ചാൽ ഇവിടെയുള്ള ഇതിനെ എത്രയാണോ നമ്മൾ കൊടുക്കുന്ന ഹൈറ്റ് നീളം ആ നീളത്തിന് തൊട്ടപ്പുറത്തേക്ക് അതേ ലൈൻ തന്നെ വരുന്ന മെത്തേഡ് ഓഫ് സെറ്റ് എന്ന് പറയുന്നത്. ഈ ഓഫ് സെറ്റ് ഉപയോഗിച്ചിട്ടാണ് എല്ലാ പ്ലാനും തയ്യാറാക്കുന്നത്. അതിനുശേഷം ഓഫ് സെറ്റ് അടിച്ചതിന് ശേഷം നമ്മോട് എത്രയാണ് അതിൻ്റെ വിഡ്ത്ത് എത്രയാണ് അതിൻ്റെ ഇത് ചോദിക്കുന്നുണ്ട് ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസ് ഞാനിപ്പോൾ ആദ്യം തന്നെ നമ്മൾ വരക്കുന്ന ചുമര് ആവശ്യമുണ്ട്. ഒരു ചുമരിൻ്റെതാണ് ആദ്യം വരക്കുന്ന. ചുമരിൻ്റെ 20 സെൻറ്റിമീറ്ററാണ് വരുന്നത്. അതിന് 20 അടിച്ച ശേഷം ഞാൻ എൻ്റർ കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ ആ ലൈൻ പിക്ക് ചെയ്ത ശേഷം ഇവിടേക്ക് ഡ്രാഗ് ചെയ്ത ശേഷം ഞാൻ അത് പുറത്തേക്കാണ് ഉദ്ദേശമാണ്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ അത് ഇവിടെ വരും ആ ലൈന്. അല്ലെങ്കിൽ അത് നിങ്ങൾ ഇവിടേക്കാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ അത് ലൈൻ ഇവിടെ വരും. അത് നിങ്ങളെ ഇഷ്ടം. ഞാൻ ഇപ്പോൾ പുറത്തേക്ക് ക്ലിക്ക് ചെയ്യുന്നു. പക്ഷേ അതേപോലെ തന്നെ ഞാൻ ഇവിടെ പുറത്തേക്ക് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 20ൻ്റെ വാൾ വന്നിരിക്കുകയാണ്. ഇവിടെ 20ൻ്റെ വാൾ, ഇവിടെ 20, ഇവിടെ 20 വാൾ വന്നു. ആദ്യം തന്നെ വാൾ വരക്കുക. ഇങ്ങനെ വാൾ വന്നതിന് ശേഷം നമ്മൾ ഈ രണ്ട് ഭാഗം നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല. അതുകൊണ്ട് ഈ രണ്ട് ഭാഗം നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുകയാണ്. ഈ രണ്ട് ഭാഗവും ഇവിടെ ഉള്ളത്. അതിനുശേഷം ഡിലീറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത് ട്രിം എന്ന സംഭവം. അതിന് TR ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഡബിൾ എൻ്റർ അടിക്കുക. അതിനുശേഷം ഏത് ഭാഗമാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് അത് ഒന്ന് ഡ്രോ ചെയ്യുക, സെലക്ട് ചെയ്യുക.
ഇപ്പോൾ നമുക്ക് ഒരു എല്ലിൻ ലൈനുമാണ് ലൈന് കിട്ടും. ഇതിനുശേഷം ഞാൻ ഈ 2 ഭാഗവും ട്രിം ചെയ്ത് കളയുന്നു. ട്രിം ചെയ്തു. ഇപ്പോൾ ഇതിൻ്റെ വാളാണ് ഇത്, റൂമിൻ്റെ വാള്. ഇനി ചെയ്യേണ്ടത് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഓഫ്സെറ്റ് അടിച്ച് പോകേണ്ടത്. എന്നുവെച്ചാൽ ഇപ്പോൾ ആദ്യം തന്നെ ഒരു 300x300ൻ്റെ റൂമാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇവിടെ 300x300 റൂമാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ആദ്യം നിങ്ങൾ ഓഫ്സെറ്റിന് അടിച്ച ശേഷം എൻ്റർ അടിക്കുന്നു. അതിന് ശേഷം ഞാൻ 300 ടൈപ്പ് ചെയ്യുന്നു. നീളം 300ആണ്. 300 അടിച്ച ശേഷം ഞാൻ അത് ഇവിടെ വെച്ചിട്ട് ഈ അവസാനത്തത് ഇവിടെ ചുരുക്കം ചെയ്ത്, കാരണം ഇതിൻ്റെ ഈ വാള് ഇത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ അതിൻ്റെ പോയിന്റ് കൊടുക്കേണ്ടത്. എന്നുവെച്ചാൽ നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് ഇത് പിക്ക് ചെയ്ത ശേഷം ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ കിട്ടുന്നതിന് ഇവിടെ മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് മാറിപ്പോകും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ചാൽ വാളിൻ്റെ ലാസ്റ്റ് എന്ന് വെച്ചാൽ ഇവിടെ മുതലാണ് റൂം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ മുതൽ അത് ഇവിടെ മുതൽ തന്നെ ക്ലിക്ക് ചെയ്യണം. ഏകദേശം ഇവിടെ കൊടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് 300 ആവും. അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഒരു ചുമര് വരുന്നു. ഞാൻ ഡബിൾ എൻ്റർ അടിക്കുന്നു. അതിനുശേഷം 20 അടിക്കുന്നു ചുമരിൻ്റെ ഇത്. ശേഷം ഞാൻ ഇവിടെ പിക്ക് ചെയ്യുന്നു, ഇവിടെ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ റൂമിൻ്റെ നീളമായി. എന്നുവെച്ചാൽ ഇവിടെ വാൾ ഏകദേശം 300 വരുന്നു. ഏകദേശം ഇവിടെയും വാൾ വരുന്നു. ഏകദേശം ഇതിൻ്റെ വിടുത്താണ് കൊടുക്കുന്നത്, അതായത് 300 തന്നെയാണ് വരുന്നത്. ഏകദേശം ഞാൻ ഡബിൾ എൻ്റർ അടിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇതിന് മുമ്പ് ചെയ്ത അതേ ടൂൾ തന്നെ ഒന്നുകൂടി ലഭിക്കാൻ വേണ്ടി ഡബിൾ എൻ്റർ ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മൾ ഇതിന് മുമ്പ് ചെയ്ത അതേ ടൂൾ തന്നെ വരുന്നതാണ്. അത് ഒരു സുഖത്തിന് വേണ്ടി നിങ്ങൾ പറഞ്ഞു തന്ന ട്രിക്കാണത്, ഉപയോഗിക്കുക ചെയ്യുമ്പോൾ. അതിനുശേഷം നിങ്ങൾ ഇതിൻ്റെ ഹൈറ്റ് 300 വരുന്നതിന് 300 അടിക്കുന്നു. ശേഷം എൻ്റർ അടിക്കുന്നു. ശേഷം ഞാൻ ഇവിടെ പോയിന്റ് പിക്ക് ചെയ്യുന്നു. ശേഷം ഇവിടെ കൊടുക്കുന്നു. അപ്പം ഇതിൻ്റെ ഹൈറ്റ് 300 കിട്ടി. ഇതിന് ശേഷം ഞാൻ 20 വാൾ തിക്നെസ് ഓഫ്സെറ്റ് അടിക്കുന്നു. 20 കൊടുത്തു, എൻ്റർ അടിച്ചു. അതിന് ശേഷം ഇവിടെ കൊടുത്തു. ഇവിടെ ഇത് ഇപ്പോൾ ഒരു 300x300 വീടാണ് ഇവിടെ, റൂമാണ് ഇത് വരുന്നത് ഇവിടെ. ഇതിന് ശേഷം ഞാൻ ഇവിടെ ഈ ഭാഗങ്ങളൊന്നും ആവശ്യമില്ല, ഈ വരകളൊന്നും ഞാൻ ട്രിം ചെയ്ത് കളയുകയാണ്. ഡിലീറ്റ് ചെയ്യുന്നു. അപ്പോൾ TR അടിച്ച ശേഷം ഡബിൾ എൻ്റർ അടിക്കുന്നു. ഓർക്കോ ഡബിൾ എൻ്റർ തന്നെ അടിക്കണം. ശേഷം ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അത് ഞാൻ ഡിലീറ്റ് ആക്കി ആ ഭാഗം. ഇവിടെ ഉണ്ട്, ഞാനത് ക്ലിക്ക് ചെയ്യുന്നു. അത് ഞാൻ ഡിലീറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ ഇവിടെ ഈ ഭാഗങ്ങളെല്ലാം ട്രിം ചെയ്യുന്നു. ഈ ഭാഗങ്ങൾ ഒരിക്കലും ട്രിം ആവില്ല, കാരണം 2 ഭാഗങ്ങൾ കൂടി ചേർന്നിരിക്കും ഭാഗങ്ങൾ മാത്രമേ ട്രിം ആവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഭാഗം ട്രിമ്മിന് പറഞ്ഞ് ഡിലീറ്റ് ആണ് ചെയ്യുന്നത്. അത് നിങ്ങൾ ആദ്യം ഇത് സെലക്ട് ചെയ്ത ശേഷം ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകും. ഇനി ഇവിടെ ഒരു സിറ്റ് ഔട്ടാണ് ഞാൻ ഇവിടെ അടുത്തതായിട്ട് ചെയ്യുന്നത്. സിറ്റ് ഔട്ട് ചെയ്തതിനു ശേഷം ഇവിടെ ഒരു ഡോറും കൂടി വരുന്നുണ്ട്. ഡോറ് പൊതുവെ മെയിൻ ഡോറ് 1 മീറ്റർ 100 മീറ്ററാണ് വരുന്നത്. അത് നിങ്ങൾ ഇവിടെ ആദ്യം തന്നെ ഈ ജോയിൻ്റ് നിങ്ങൾ യോജിപ്പിച്ച് കൊടുക്കണം. ആ ജോയിൻ്റ് യോജിപ്പിച്ച് കൊടുക്കാനുള്ള ടൂളാണ് അടിച്ച ശേഷം എക്സ്റ്റെൻഡ് ആണ് പേര്. അതിനുശേഷം ഡബിൾ എൻ്റർ അടിക്കുന്നു. അതിനുശേഷം ഏത് പോയിൻ്റാണോ നമ്മൾ ഇവിടേക്ക് യോജിപ്പിക്കേണ്ടത് അത് ഇവിടെ യോജിപ്പിക്കുക. ഒരൊറ്റ ക്ലിക്ക് ചെയ്താൽ അത് ഓട്ടോമാറ്റിക് യോജിപ്പിക്കും. അതിനുശേഷം ഞാൻ ഇവിടെ നീങ്ങിയിട്ട് ഇവിടെ ഞാൻ പറഞ്ഞു ഇവിടെ 100ൻ്റെ ഒരു ഡോറാണ് വരുന്നത്. ആ ഡോർ ഞാൻ ഇവിടെ കൊടുക്കുന്നു. അതിന് ഡോർ കൊടുക്കാൻ നിങ്ങൾ ഓഫ്സെറ്റാണ് ഉപയോഗിക്കാറ്. എസ്കേപ്പ് അടിച്ച ശേഷം അടിക്കുന്നു, ഓഫ്സെറ്റിന് ഷോ അതിനുശേഷം എൻ്റർ അടിക്കുന്നു. അതിനുശേഷം ഞാൻ 100 അടിക്കുന്നു. മെയിൻ ഡോർ 100 വരും. അതിനുശേഷം എൻ്റർ അടിക്കുന്നു. അതിനുശേഷം ഞാൻ എവിടുന്ന് മുതലാണോ ഡോർ ആവശ്യം അത് ഞാൻ എടുക്കുന്നു. പക്ഷേ ഇവിടുത്തെ ഈ വാൾ മുതലാണ് ഡോർ വരുന്നത്. അതിനുശേഷം ഈ വാൾ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടേക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത് 100 ആണ് ഇതിൻ്റെ ഡിസ്റ്റൻസ് വരുന്നത്. ഇതിനുശേഷം ഈ ഭാഗം ഞാൻ എസ്കേപ്പ് അടിച്ച ശേഷം ട്രിം ചെയ്ത് കളയുന്നു. ട്രിം അടിച്ച് ഡബിൾ ഇൻഡക്ഷൻ ട്രിം ചെയ്ത് കളയുന്നു. ഇതിന് ശേഷം ഇതിൻ്റെ ഹൈറ്റ് നീളം 300 ആണ്. ശേഷം ഞാൻ ഓഫ്സെറ്റ് എടുക്കുന്നു, 300 അടിക്കുന്നു, എൻ്റർ അടിക്കുന്നു. അതിനുശേഷം ഞാൻ ഇത് പിക്ക് എടുത്ത ശേഷം ഇവിടെ 300 കൊടുക്കുന്നു. ഇതിൻ്റെ വിടുത്ത് വീതി 187 ആണ് വരുന്നത്. ഡബിൾ എൻ്റർ അടിക്കുന്നു, 187 ടൈപ്പ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. ശേഷം ഇവിടുത്തെ വാളിൻ്റെ അവസാനത്തെ വാളിന് പിക്ക് ചെയ്ത ശേഷം ഞാൻ ഇവിടെ കിട്ടുന്നു. അപ്പോൾ ഇവിടെ 187 എടുത്ത് കിട്ടിയിരിക്കുന്നു. ഏകദേശം ഇവിടേക്കും വാൾ കൊടുക്കണം, ഇവിടേക്കും വാൾ കൊടുക്കണം. ഞാൻ ഇവിടെ ഡബിൾ എൻ്റർ അടിക്കുന്നു, 20 വാളിൽ കൊടുക്കുന്നു, ഇവിടെ കൊടുക്കുന്നു, ഡബിൾ എൻ്റർ അടിക്കുന്നു, 20ൻ്റെ വാൾ ഇവിടെ
കൊടുക്കുന്നു. ഇങ്ങനെ 20ൻ്റെ വാൾ കൊടുത്ത ശേഷം ഈ ആവശ്യമില്ലാത്ത ഈ 2 ലൈനുകൾ ഞാൻ ട്രിം ചെയ്ത് കളയുന്നു. എസ്കേപ്പ് അടിക്കുന്നു, ശേഷം TR അടിക്കുന്നു, ഡബിൾ എൻ്റർ അടിക്കുന്നു, ശേഷം ഈ ഭാഗങ്ങൾ ട്രിം ചെയ്യുന്നു. ഓക്കെ, ഇതിപ്പോൾ ഇവിടെ മെയിൻ ഡോർ, ശേഷം ഇവിടെ സിറ്റ് ഔട്ട് വരുന്നു. 300-257 സിറ്റ് ഔട്ട് വരുന്നു. ഇവിടെ ഡിന്നിങ് ആണ് വരുന്നത്. ഇവിടെ സ്റ്റെപ്പും വരുന്നുണ്ട് ഈ ഏരിയയിൽ. അതാണ് നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത്. ഇവിടേക്കുള്ള ഈ ഡോറും 100 തന്നെയാണ് ഇവിടേക്കും വരുന്നത്. 100-നുള്ള അതേ ഇത് തന്നെയാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. ഓഫ്സെറ്റ് അടിക്കുമ്പോൾ ഏത് ഭാഗത്താണോ ഇവിടെ നിന്നാണ് ഓഫ്സെറ്റ് അടിച്ചെങ്കിൽ ആ ഭാഗം മാത്രമേ പോകുകയുള്ളൂ. ഇതിൻ്റെ അപ്പുറത്തെ ഇവിടെ നിന്നുള്ള ഭാഗങ്ങൾ ഒരിക്കലും വരില്ല. ഇവിടെ നമ്മൾ EX അടിച്ച ശേഷം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പം ഇവിടെ എനിക്ക് ഡോറിൻ്റെ ആവശ്യം കൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ ഞാൻ ഈ ചുമര് ഞാൻ ക്ലോസ് ചെയ്യണം. അതിനുശേഷം അതിനാണ് നമ്മൾ ഉപയോഗിക്കുന്ന ലൈന്. ഇതിന് ശേഷം ഈ ടൂൾ നമ്മൾ എസ്കേപ്പ് അടിച്ചതിന് ശേഷം L അടിക്കുന്നു, ശേഷം എൻ്റർ അടിക്കുന്നു. ശേഷം ഈ പോയിന്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം എത്രയാണ് ഇതിൻ്റെ വീതി എന്ന് വെച്ചാൽ 20 അടിച്ചെടുക്കുന്നു. അതിന് ശേഷം എൻ്റർ അടിക്കുന്നു. അപ്പം അതിൻ്റെ ഇത് ഇവിടെ ക്ലോസ് ആയി. ഇനി ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് അതിനുശേഷം ഞാൻ ഈ ലൈൻ ഞാൻ ട്രിം ചെയ്യുന്നു. ശേഷം ഇവിടുന്ന് ഇവിടേക്ക് 473 സെൻറ്റിമീറ്റർ വിടുത്ത് വരുന്നുണ്ട്. അത് ഞാൻ ഇവിടുന്ന് ഓഫ്സെറ്റ് ചെയ്യുന്നു. ഓർക്ക് ഇവിടുന്നാണ് നമ്മുടെ ഹൈറ്റിൻ്റെ വിടുത്ത് വരുന്നത്. കൃത്യമായിട്ട് തന്നെ പ്ലാനിൽ നോക്കണം. അതിന് ശേഷം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനത് ഓഫ്സെറ്റ് ചെയ്യുന്നു. അടിക്കുന്ന ശേഷം ഞാൻ 473 ക്ലിക്ക് ചെയ്യുന്ന ശേഷം എൻ്റർ അടിക്കുന്നു. അതിന് ശേഷം ഇവിടെ നിന്നാണ് എൻ്റെ അത് വരുന്നത്. നിങ്ങൾ പ്ലാനിൽ നോക്കണം എവിടെ നിന്നാണ് വരുന്നത്. ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഇത് ഇവിടെ കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇവിടെ 471 കിട്ടുന്നു. അതിനുശേഷം ഞാൻ ഇതിൻ്റെ വാൾ തിക്നെസ് 20 പുറത്തേക്ക് കൊടുക്കുന്നു. 20 അടിക്കുന്നു. ഇത് അടിച്ചു. അതിനുശേഷം ഞാൻ ഈ രണ്ട് ഭാഗങ്ങളും ഞാൻ ട്രിം ചെയ്ത് കളയുന്നു. TR അടിക്കുന്നു, ഡബിൾ എൻ്റർ അടിക്കുന്നു. ഇവിടെ ഈ രണ്ട് ഭാഗം ഡിലീറ്റ് ചെയ്ത് കളയുന്നു. ഇതിന് ശേഷം ഞാൻ ഇവിടെ ഏറ്റവും മുകളിലായിട്ട് തന്നെ ഒരു ലൈൻ ഇവിടെ വരക്കുന്നു. ഒരു L ഉപയോഗിച്ചതിന് ശേഷം ഏറ്റവും മുകളിൽ ഒരു ലൈൻ ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒരു ലൈൻ വരക്കുന്നു. ആ ലൈൻ വരച്ചതിന് ശേഷം എനിക്കിവിടെ മുകളിലോട്ട് ഒരു ലൈനിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിലെ ലൈൻ തട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് സുഖമായിട്ട് തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഇതൊക്കെ പെട്ടെന്ന് വരക്കാനുള്ള ട്രിക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതിനുശേഷം നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യുക. EX അടിക്കുക, ഡബിൾ എൻ്റർ അടിക്കുക, വേണ്ടതിന് പോയിട്ട് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് EX അടിക്കുക, ഡബിൾ എൻ്റർ, അത് ലൈനിട്ട് മുകളിലായി പോലെ ഞാൻ താഴോട്ട് വരക്കുന്നു. ലൈൻ ഡിലീറ്റ് ആയ ശേഷം ഞാൻ ഇത് ലൈൻ ഇവിടെ താഴോട്ട് വരക്കുന്നു. അതിൻ്റെ ശേഷം ഞാൻ അത് EX അടിക്കുന്നു, ഡബിൾ എൻ്റർ അടിക്കുന്നു. ഇത് ഇവിടെ കൊടുക്കുന്നു. അത് ഓട്ടോമാറ്റിക് ഇവിടെ എക്സ്റ്റെൻഡ് ആയി പോകുന്നു. അതിനുശേഷം ഇത് ഇവിടെ ഒരു ഡൈനിങ് ഹാളാണ്. ഈ ഡൈനിങ് ഹാളിൻ്റെ ഇവിടുത്തെ വെച്ചാൽ 293 293 ഇവിടെ ഓഫ്സെറ്റ് അടിക്കുന്നു. അത് ഞാൻ അടിച്ചതിന് ശേഷം 293 ഓഫ്സെറ്റ് അടിച്ച് എൻ്റർ അടിക്കുന്നു. അതിന് ശേഷം ഇവിടുന്ന് ശേഷമാണ് ഇവിടെ കൊടുക്കുന്നു. ഡബിൾ എൻ്റർ അടിക്കുന്നു. ഓഫ്സെറ്റിൻ്റെ അത് തന്നെ വരുന്നു. ശേഷം 20 വാൾ തിക്നെസ് കൊടുത്ത ശേഷം ഞാൻ ഇത് ഇവിടേക്ക് വാൾ തിക്നെസ്സിൻ്റെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഇപ്പോൾ ഏകദേശം ഇവിടെ ഡൈനിങ് സിറ്റ് ഔട്ട് ബെഡ്റൂം വരുന്നു. ഈ ബെഡ്റൂമിന് നമ്മൾ ഡോർ കൊടുത്തിട്ടില്ല, ഡോർ കൊടുക്കണം. ആ ഡോർ കൊടുക്കാൻ ഡോർ സെറ്റ് ചെയ്യണം. ഡോർ സെറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആദ്യം തന്നെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യണം. ഈ ലൈൻ ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു.
EX ടൈപ്പ് ചെയ്യുക, ഡബിൾ എൻ്റർ അടിക്കുക. എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം ഇവിടുന്ന് ഇവിടേക്ക് ഓട്ടോമാറ്റിക്കലി ഒന്നെങ്കിൽ നിങ്ങളുടെ പ്ലാനിൽ എത്രയാണ് ഡോറിൻ്റെ ഹൈറ്റ് കൊടുത്തിട്ടുണ്ടാവും, ഡോറിൻ്റെ വിഡ്ത്ത് കൊടുത്തിട്ടുണ്ടാവും. ആ വിഡ്ത്ത് സാധാരണ മെയിൻ ഡോറാകുമ്പോൾ 100 മീറ്ററും മറ്റേത് 90 മീറ്ററാണ് വരുന്നത്. പൊതുവെ റൂമിലേക്ക് 90 മീറ്ററാണ് വരുന്നത്. അപ്പോൾ ആ 90 മീറ്റർ നമ്മുടെ കൊടുക്കുന്നു. ഞാൻ ഓഫ് സെലക്ഷൻ കൊടുക്കുന്നു, എൻ്റർ അടിക്കുന്നു. ഇവിടുന്ന് ഓഫ് സെറ്റ് അടിക്കുന്നു. ശേഷം മറ്റു ഭാഗങ്ങൾ ട്രിം ചെയ്ത് തെളിയുന്നു. അപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നു. ശേഷം ഞാൻ ഇവിടെ ഇതിപ്പോൾ ബെഡ്റൂമാണ്. ഇനി ഇവിടെ ഇത് ഡൈനിങ് ഹാളുമാണ്. ശേഷം ഇവിടെ ഒരു കിച്ചൺ വരുന്നു. ഞാനിപ്പം തൽക്കാലം സിമ്പിളായിട്ടുള്ള വീടാണ് ചെയ്യുന്നത്. ഒരു കിച്ചൺ വരുന്നു. ആ കിച്ചണിലേക്കുള്ള സെക്ഷനാണ് ഞാൻ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടൈം പല ടൂളുകളും പ്രധാനപ്പെട്ട പല ടൂളുകളും പറഞ്ഞു തരുമ്പോൾ ദൈർഘ്യം വളരെ കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള അടുത്ത പാർട്ട് മറ്റൊരു വീഡിയോയിലേക്കും ഉണ്ടാവുക. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ പാർട്ട് സെക്കൻഡ് വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ.